ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഠനമൊക്കെ നല്ല രീതിയിൽ പോവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ട്ടോ. അതായത് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ എനിക്കും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും എല്ലാവരുടെയും ലൈഫ് എന്ത് സ്മൂത്താ, എൻ്റെ ലൈഫ് മാത്രം എന്തെങ്ങനെ? എന്താ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കണേ ജീവിതത്തിൽ? എല്ലാവരും ചുറ്റുമുള്ളവരൊക്കെ നമ്മൾ സന്തോഷത്തോടു കൂടിയാണല്ലോ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വീഡിയോ ഇട്ടത് ഞാൻ ഫസ്റ്റായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാനിട്ട വീഡിയോകളൊക്കെ എന്ന് പറയുമ്പം ഒരു എനിക്ക് ഇത്ര റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇത്ര മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, 70+ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, 11ാമത്തെ റാങ്ക് കിട്ടി, 106ാമത്തെ റാങ്ക്. അപ്പോൾ ഇങ്ങനെ ലൈക്ക് ഇത്ര കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇതിന് ബാക്കിലുള്ള ഒരു സ്റ്റോറി നിങ്ങളാരും കാണുന്നുണ്ടാവില്ല അല്ലേ? ഇപ്പം അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് നിങ്ങളിങ്ങനെ പുറത്ത് ചിരിക്കെങ്കിലും ചിലപ്പോൾ ഉള്ളിൽ എന്തുമാത്രം വിഷമങ്ങൾ, എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയായിരിക്കും നിങ്ങൾ പോയിട്ടായിരിക്കും നിങ്ങൾ ഇത്രയും ചിരിച്ച മുഖത്തോടു കൂടി മറ്റുള്ളവർ മുന്നിൽ നിങ്ങളെ തന്നെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക അല്ലേ? അങ്ങനെ എല്ലാവരും ഇപ്പം നമ്മള് എല്ലാവർക്കും അവരുടേതായ കുറേ കഥകൾ പറയാനുണ്ട്. എല്ലാവരും ഇപ്പം നമ്മൾ ചിരിച്ച് കാണുന്ന അല്ലെങ്കിൽ നമ്മളെന്നെ എത്ര തവണ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഓരോ ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. അതായത് നമ്മളുടെ മുന്നിലൊക്കെ അത്രയും ഹാപ്പി നിന്നിട്ട് തന്നെ പക്ഷേ അവർക്ക് ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട ഡിസിഷൻസ് ഒക്കെ അതിൻ്റെ പേരിൽ എടുക്കേണ്ടി വന്ന എത്ര പേരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ലൈഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആ കാര്യം അങ്ങ് സത്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പഠനം സത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ. ഇപ്പം എൻ്റെ കാര്യം നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ PSC പഠനം തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഓക്കെ, കൃത്യം ഒരു 4 മാസം എൻ്റെ 4 മാസം എൻ്റെ മുന്നിലുണ്ട്. ഈ 4 മാസം കൊണ്ട് ഞാൻ പഠിക്കുന്നു, കൃത്യമായി പഠിക്കുന്നു, ഒരു ടൈം പോലും ഒഴിവില്ലാതെ പഠിക്കുന്നു, നേരെ എക്സാം എഴുതുന്നു, എക്സാം കിട്ടുന്നു, ഞാൻ ജോലിക്ക് കയറുന്നു. ഇതായിരുന്നു എൻ്റെ മൈൻഡിലുള്ള പ്ലാൻ. ഓക്കെ. ഒരു കൊല്ലം കൊണ്ടൊക്കെ ഞാൻ LD ആയിട്ട് വിലസുന്നു. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മൈൻഡ്. പക്ഷേ കൃത്യം 2 കൊല്ലമായി എൻ്റെ പഠനം ആരംഭിച്ചിട്ട്. 2 കൊല്ലവും 1 മാസമായി എൻ്റെ പഠനം ആരംഭിച്ചിട്ട്. ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും ഒരു ജോലിക്ക് എനിക്കിതുവരെ കയറാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മള് വിചാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ മാത്രമൊന്നുമല്ല നമ്മളുടെ ജീവിതം നമ്മളെ കൊണ്ടുപോകുന്നത്. ഓക്കെ. ഞാൻ പറയുമ്പോൾ ഒരു ജോലി ഉണ്ടായിരുന്ന ഒരാളാണ്. ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പം പലരുടെയും മുന്നിൽ നമുക്ക് എന്താണ് നമ്മളെന്താണ് എന്ന് പോലും പറയാനുള്ളൊരു ബുദ്ധിമുട്ട്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് എനിക്കറിയാം ഈ ഒരു വിഷമം ഇപ്പോൾ എനിക്ക് മാത്രമൊന്നുമല്ല. എന്നെപ്പോലെ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നൂറുകണക്കിനല്ല, ആയിരക്കണക്കിന് ചിലപ്പോൾ ലക്ഷക്കണക്കിനെന്ന് പറയേണ്ടി വരില്ല. അത്രയും ആൾക്കാരുണ്ടാവില്ലേ എന്നെപ്പോലെ തന്നെ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നത്. ഇപ്പം എല്ലാം സെറ്റിൽഡ് ആയിട്ട് എല്ലാം സെറ്റാണ്. ഇനി ഒന്നും ചെയ്യാനില്ല എന്നതുകൊണ്ട് PSCയിലേക്ക് വരുന്ന എത്ര ആൾക്കാരുണ്ടാവും? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ആൾക്കാർ? ഇല്ലല്ലോ. എല്ലാവരും ലൈഫിൽ ബെറ്റർ ആവണം, ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്തണം എന്നുള്ള ഒരു വാശി കൊണ്ട് മാത്രം PSCയിലേക്ക് എത്തിയ ആൾക്കാർ വളരെ കുറച്ച് പേരായിരിക്കും. വല്ലവരുടെയും നിർബന്ധം കൊണ്ട്, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ നിർബന്ധം കൊണ്ട് PSCയിലേക്ക് വരുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അധികം ആൾക്കാരും സ്വന്തം ഇഷ്ടത്തിന് ലൈഫ് ബെറ്റർ ആവണം, മറ്റുള്ളവരെ പോലെ തന്നെ നമുക്കും നല്ലൊരു സന്തോഷവും സുഖവും ഒക്കെ ഉള്ള സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലുള്ള ഭദ്രത ഉള്ളൊരു ജീവിതം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പല സാഹചര്യങ്ങളുണ്ടാവും. ഇപ്പം ചിലർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞ കണ്ടീഷൻ ചിലപ്പോൾ ഇതായിരിക്കും, ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും പലരും ഈ ഒരു പഠനം എന്നുള്ള കാര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ഓരോരുത്തരുടെ ലൈഫും ഡിഫറൻ്റ് ആണ്. ഇപ്പം ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ആം, അതായത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 2 കൊല്ലമായി ഞാൻ വീട്ടിലിരുന്ന് പഠിക്കുക. ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിക്കുക. ഫുൾ ടൈം വീട്ടിലിരിക്കുക ഇൻ ദ സെൻസ് ഞാൻ ഫുൾ ടൈം പഠിക്കുക എന്നുള്ളതല്ല. ഫുൾ ടൈം വീട്ടിലിരിക്കുക എന്ന് പറയുമ്പം വീട്ടിലിരുന്ന് പഠിക്കാൻ എനിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ആ വീട്, അതായത് വീടിൻ്റെ പഠന കേന്ദ്രമായിട്ട് ഞാൻ ചൂസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. നമുക്ക് ഏഹ്, ഏതൊരാളെപ്പോലെയും എനിക്കും പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. പല പല സാഹചര്യങ്ങളുണ്ട്. ചില സമയത്ത് വിഷമിച്ചിരുന്ന് കരയാറുണ്ട്. അത്രയും ഡീമോട്ടിവേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇന്ന് തന്നെ ഞാൻ ആകെ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ആകെ വിഷമിച്ച് ഡീമോട്ടിവേഷൻ ഞാൻ പറയണത് എന്തോ ഒരു സാഹചര്യം കൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ മൊത്തത്തിൽ ഡീമോട്ടിവേറ്റഡ് ആയി. എനിക്ക് എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ചെയ്യുന്ന രീതി ശരിയാണോ? അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉള്ള ഫേസിലൂടെയാണ് ഇന്ന് ഞാൻ കടന്നു പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു കാര്യം പറയണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ സത്യം പറഞ്ഞാൽ വെറുതെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഒരു റാൻഡം തോട്ടിന്റെ പുറത്താണ്. പക്ഷേ ഈ റാൻഡം തോട്ട് എങ്ങനെ വന്നു എന്നുള്ളതും നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഞാൻ 2 കൊല്ലം വീട്ടിലിരുന്നു അങ്ങനെ പഠനം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരു പോയിന്റ് എത്തി. അതായത് ഇപ്പം അടുത്തൊക്കെ എനിക്ക് വളരെ ആൻസൈറ്റി എന്ന് പറഞ്ഞാലും പോരാ, ആൻസൈറ്റീൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥ. എനിക്ക് എന്താന്നറിയില്ല, ഭയങ്കര ടെൻഷൻ. അനാവശ്യം ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വരെ ഞാനിരുന്ന് ടെൻഷൻ അടിക്കുന്നത് ആലോചിച്ച് എനിക്ക്, അതായത് ഞാൻ എന്നുള്ള വ്യക്തി വേറൊരാളായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എന്നെ ആലോചിച്ച് സഹതപിച്ചിരുന്നേനെ. അത്രമാത്രം എനിക്ക് സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണം എനിക്കെന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആകെ മൊത്തത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് ആകെ വിഷമം,
ദേഷ്യം, സങ്കടം എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥയല്ലേ. ആ ഒരു അവസ്ഥയിൽ കൂടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിങ്ങനെ ഒരു വല്ലാത്തൊരു പ്രഷറിലൂടെ ഒന്ന് കടന്നു പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഞാനൊരു പ്രഷറിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നെ. അപ്പം ആ ഒരു പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലേക്ക് പെട്ടെന്ന് എൻ്റെ ചിന്ത എത്തിയത്. ഓക്കെ. ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാല് കുറെയൊക്കെ എൻ്റെ, അതായത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ ഒരു കാര്യത്തിന്റെ ഏറ്റവും എക്സ്ട്രീം, അതായത് ഒരു കാര്യം, ഒരു സംഭവം നടന്നു. ഓക്കെ. ഒരു ചെറിയ ഒരു സംഭവം നടന്നു. ഓക്കെ. എന്നാൽ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക ആ സംഭവത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള മോശപ്പെട്ട ഒരു സിറ്റുവേഷനെ കുറിച്ചായിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് എത്തേണ്ട ഒരാള് ഒരു എത്താന്ന് പറഞ്ഞ സമയത്തിന്റെയും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ആ സിറ്റുവേഷനെ ചിന്തിച്ച് കൂട്ടുന്നത് ഏറ്റവും മോശപ്പെട്ട രീതിയിലായിരിക്കും. ഓക്കെ. എനിക്കറിയില്ല ഇത് ശരിക്കും എങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇതിന്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് അങ്ങനെ അസുഖം മാറ്റേണ്ട ഒരു സംഭവമാണെന്ന് പോലും എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇത് മേ ബി ഇതാണ് ആൻക്സൈറ്റി എന്ന് പറയണത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എനിക്കുണ്ടായ ഒരു ചേഞ്ച് എന്ന് പറയണത്, എന്റെ ഈ ആങ്സൈറ്റി ഇല്ലേ, ഈ ഒരു സ്ട്രെസ്, എന്റെ ഈ ടെൻഷൻ സത്യം പറഞ്ഞൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം വേറൊന്നല്ല, അതായത് നമുക്ക് ചിന്തിക്കാൻ വേറൊരു ടോപ്പിക് ഉണ്ടല്ലോ. പഠനം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ ഒരു ടോപ്പിക് വന്നപ്പം എനിക്ക് കുറച്ചും കൂടി ഒന്ന് ലൈഫ് ഒന്ന് സിമ്പിൾ ആയ പോലെ എനിക്ക് വല്ലാതെ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോ ചെയ്യും എനിക്ക് തോന്നുന്നില്ല. എപ്പോഴും പറയാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഡെയിലി എനിക്ക് വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല. ഉം, എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഫുള്ളായിട്ട് ഒഴിവാക്കാനും താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിൽ നടന്ന പല കാര്യങ്ങളും എൻ്റെ പഠനത്തിൽ എന്നെ ഇമ്പ്രൂവ് ആക്കിയ, അല്ലെങ്കിൽ എൻ്റെ പഠനത്തിന് ഇമ്പ്രൂവ് ആക്കിയ, അല്ലെങ്കിൽ എൻ്റെ റാങ്ക് ഇമ്പ്രൂവ് ആക്കിയ, അല്ലെങ്കിൽ ടോപ്പിക്സ് കവർ ചെയ്യുന്നത് ബെറ്റർ ആക്കി തന്ന, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് എന്നെ പോലെ വീട്ടിലിരുന്ന് എന്ത് ചെയ്യണമെന്നറിയാത്തവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എന്നാൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കും, അതായത് നിങ്ങൾക്കൊരു ഗുണം കിട്ടുന്ന അതേപോലെ തന്നെ എനിക്കും സത്യത്തിൽ ഒരു ഗുണം കിട്ടുന്നുണ്ട് ഇതില്. അതായത് എൻ്റെ ഒരു സ്ട്രെസ്സും ആൻസൈറ്റിയും സംഭവങ്ങളൊക്കെ ഒന്നിങ്ങനെ മെല്ലെ മെല്ലെ ഒതുങ്ങി വരുന്ന പോലെ ഒരു ഇത്. എനിക്ക് മറ്റേ കാര്യം എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ല. പഠനം അല്ലാതെ ഇതല്ലാതെ എനിക്ക് വേറൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. അപ്പം ഈ ഒരു ഇതല്ലാതെ വേറൊരു ടോപ്പിക് എന്റെ ലൈഫിലേക്ക് വന്നപ്പോ, അത് യൂട്യൂബ് എന്നുള്ള ആ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ആ ഒരു മാറ്റർ എന്റെ ലൈഫിലേക്ക് വന്നപ്പോ സത്യം പറഞ്ഞാല് ഓക്കെ, ഞാനൊന്ന് ബെറ്റർ ആണ് എന്നൊരു ഫീലിംഗ്, ഒരു ഒരു ആശ്വാസം എന്ന് പറയില്ലേ, ആ ഒരു ആശ്വാസം എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നുണ്ട്. എന്ന് കരുതി എന്താ ഫുൾ ടൈം ഇങ്ങനെ യൂട്യൂബ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ടെന്നല്ല. ഇതും ചില സമയത്ത് നമുക്കൊരു അയ്യോ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടാവോ, ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ആൾക്കാർ എന്താ വിചാരിക്കുക, അങ്ങനെയൊക്കെ ചിന്തകൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാൽ പോലും നേരത്തെ ഉള്ള അത്ര ചിന്ത സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. അപ്പൊ ഇതിന്റെ അർത്ഥം ആൻസൈറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ തുടങ്ങാം കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്ത പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ ബുക്ക് വായിക്കാനൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ബുക്ക് കുറച്ച് വായിക്കാനൊക്കെ ചിന്തിച്ചു. പക്ഷെ എനിക്ക് ബുക്ക് വായിക്കുമ്പോൾ ഒരു പ്രശ്നം, എനിക്ക് പിന്നെ ആ ബുക്ക് തീർത്തിട്ടേ ഇനി അടുത്ത പരിപാടിയിലേക്ക് എനിക്ക് കിടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചിലപ്പോൾ പിന്നെ പഠനം തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ബുക്ക് വായിക്കുന്നതിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ സിനിമ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെയേറെ സിനിമ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സിനിമ കണ്ടാലുള്ള പ്രശ്നം, അതായത് ഞാൻ സിനിമ കാണുന്നുണ്ട്. സിനിമ തീരെ കാണുന്നില്ല എന്നല്ല. പക്ഷേ ഞാൻ ഒരു ദിവസം തന്നെ 2, 3, 4 സിനിമകൾ കണ്ടിരുന്ന ഒരാളായിരുന്നു. ഓക്കെ. കോവിഡ് ടൈമിലൊക്കെ ഒരു 3 സിനിമയൊക്കെ അടുപ്പിച്ച് 3, 4 സിനിമ വരെ ഒരു ദിവസം കണ്ട്, അതായത് ഒരു ബ്രേക്ക് ഇല്ല, വെറുതെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ബ്രേക്ക്, എന്നിട്ട് അടുത്ത പോയി സിനിമ കണ്ട്, അങ്ങനെ ഒരാളാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഇതിലേക്ക് വീണ്ടും എന്നെ കൊണ്ടുപോകാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അങ്ങനെയൊക്കെ ഒരു സംഭവത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ടൈം ഇത് സിനിമ അഡിക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കും. അപ്പം അതിനേക്കാളും ബെറ്റർ ഈ ഒരു സംഭവമാണല്ലോ യൂട്യൂബ് എന്ന് പറയുമ്പോൾ, നമുക്ക് ആവശ്യാനുസരണം നമ്മളുടെ ഒരു സമാധാനത്തിനും സൗകര്യത്തിനും അനുസരിച്ച് തന്നെ നമുക്ക് ഇതിലൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നതില് ഒരുപാട് പേർക്കും ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പം കുറച്ച് പേര് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത്, അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ റാൻഡം തൊട്ടിന് പുറത്ത് മാത്രം ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്കറിയില്ല, എനിക്ക് അത്ര സന്തോഷം തോന്നി. കുറച്ച് മെസ്സേജസ് എനിക്ക് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി. മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പൊ മാർക്ക് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എത്രമാത്രം സന്തോഷമായി എന്നുള്ള കാര്യം അറിയിക്കാൻ പോലും. ഞാൻ എന്നിട്ട് എന്റെ അമ്മയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു ഈ ഒരു വോയിസ്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഇത് കേട്ടപ്പോൾ. അപ്പൊ അത്രയും, അതായത് ഇത്രയും, അത് ഞാൻ വെറുതെ തുടങ്ങിയ ഒരു സംഭവത്തിന്റെ മുകളിൽ നിന്ന് എനിക്ക് ഇത്രയും മാത്രം ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് നിങ്ങളോട് എത്രമാത്രം താങ്ക്സ് പറയണമെന്ന് അറിയില്ല. അതേപോലെ നിങ്ങൾ ഇടുന്ന ഓരോ കമന്റ്സും ഞാൻ അങ്ങനെ ഇരുന്ന് വായിക്കാറുണ്ട്. ചിലർക്ക് എനിക്ക് കാണുമ്പോൾ എനിക്കിങ്ങനെ വിഷമമൊക്കെ തോന്നും. അപ്പോൾ നിങ്ങളൊന്ന് നേരിട്ട് കാണാൻ പറ്റുന്നത്, നമ്മളൊക്കെ ഇങ്ങനെ പല പല സ്ഥലത്ത് നിന്ന് പല പല ജില്ലകളും, ചിലപ്പോൾ കേരളത്തിന് പുറത്തുള്ളവർ ഇപ്പോൾ താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ PSC പഠിക്കുന്നവർ തന്നെ വേറെ ജില്ലകൾ, വേറെ സംസ്ഥാനത്തൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിരുന്ന് വീണ്ടും PSCയിലേക്ക് തിരിച്ചു വരാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. മേ ബി ഓക്കെ, എല്ലാവരും ഇന്ന് കാണുമെന്നല്ല ഞാൻ പറയുന്നത്, ചിലപ്പോൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവില്ലേ. എന്നാൽ നമ്മൾ ആരും നേരിട്ട് അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പൊ എന്നെ അറിയാതെ ഇത്രയും ആൾക്കാർ എന്നെ ഇത്തിരിയെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു പറയുമ്പോൾ എനിക്കതിന് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്റെ ഇപ്പൊ സമാധാനം റീഗെയിൻ ചെയ്ത് തരുന്നതിൽ ഒരു വലിയ ഒരു ഭാഗം യൂട്യൂബാണ്, നിങ്ങൾ ഓരോരുത്തരാണ്. അപ്പൊ അതിന് നിങ്ങളോടൊക്കെ ഒരുപാട് നന്ദിക്ക് പറയാനുണ്ട്. ഓക്കെ.
അപ്പോ അങ്ങനെയൊക്കെയാണ്. അപ്പോ നിങ്ങള് ഒറ്റയ്ക്കല്ല. ഓക്കെ ഞാനുണ്ട്. അപ്പൊ നിങ്ങളെ പോലെ തന്നെ അത് എനിക്കറിയാം. നിങ്ങളിപ്പോ എനിക്കറിയാം പലരും ചെലപ്പോ വീട്ടില് കുഞ്ഞു മക്കളൊക്കെ എനിക്കത് ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട്. ചെറിയ മക്കളൊക്കെ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പഠിക്കാനുള്ള ചിലപ്പോ സാഹചര്യം ഉണ്ടാവില്ല. വീട്ടില് ചെലപ്പം ഈ ഒരു പഠനത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെന്നെ വളരെ കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ആരും സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്കിരുന്ന് ബെറ്റർ ആവണം, ജീവിതം ഒന്ന് ബെറ്റർ ആക്കണം എന്നുള്ള ഒരു വാശിന്റെ പുറത്തൊക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് അവരോടൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത അത്രമാത്രം റെസ്പെക്റ്റ് ഉണ്ട്. അതായത് നമ്മള് നന്നാവണം, നല്ലതാവണം എന്നുള്ളൊരു തോന്നൽ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു തീയില്ലേ, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു തീ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു തീ തന്നെയാണ്. ചിലപ്പോൾ എല്ലാ സൗകര്യം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ? എല്ലാ സൗകര്യം ചുറ്റുമുള്ള ഉം, സ എല്ലാ തരത്തിലുള്ള സൗകര്യം ഉണ്ടായിട്ട് പോലും അങ്ങനെയൊന്നും വേണ്ട. എനിക്ക് അങ്ങനെയൊക്കെ പോയാ മതി. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ചുറ്റും. പക്ഷെ അങ്ങനെയൊന്നല്ലാതെ എനിക്ക് ബെറ്ററാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അടക്കം അതിനർത്ഥം എന്താ? നിങ്ങൾ സ്വാഭാവികമായിട്ടും ലൈഫ് ഒന്ന് ബെറ്റർ ആക്കണം, അല്ലെങ്കിൽ പഠനം ഒന്ന് ബെറ്റർ ആക്കണം. ഇതിന് വേണ്ടി ഞാൻ എന്താ ഞാൻ ചെയ്യുക എന്നുള്ളത് ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ടാവില്ലേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ എങ്കിലും കാണുന്നുണ്ടാവാം. അപ്പൊ ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ ഗ്രോ ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. പലരും പല സാഹചര്യത്തിലായിരിക്കും കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ ഒരു നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പല പല അസുഖങ്ങൾ ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ പഠനം നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? ആം, ജീവിതം അത്രയും മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ഓക്കെ PSC എന്നുള്ളൊരു ഒരു ഒരു എന്താ പറയാ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം ബെറ്റർ ആവില്ലേ എന്നുള്ള ഒരു ഒരു ആഗ്രഹത്തിന് മുകളിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? അവരോടൊക്കെ എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. ഒരുപാട് റെസ്പെക്റ്റ് പറഞ്ഞാൽ അത്രയും അത്രയും റെസ്പെക്റ്റ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവരും രക്ഷപ്പെടും. എല്ലാവരും പറഞ്ഞാല് ഈ വീഡിയോ കാണുന്നതെന്നല്ല കേട്ടോ. PSC ആത്മാർത്ഥമായിട്ട് PSC എന്നല്ല ഏതൊരു എക്സാമും ആത്മാർത്ഥമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ബെറ്റർ ആവണം എന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർ മോശപ്പെടാതെ നമ്മൾ ബെറ്റർ ആവണം എന്ന് ചിന്തിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടും എന്ന് തന്നെയാട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും ജീവിതം ബെറ്റർ ആവട്ടെ. പിന്നെ ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ചിലപ്പം ആരും കാണുന്ന പോലും ഉണ്ടാവില്ല. ചിലപ്പോ ഇതില് 0 വ്യൂസ് ആയിരിക്കും. പക്ഷെ അതൊന്നും ഞാൻ കെയർ ചെയ്യണില്ല. പക്ഷെ ഇതെന്ന് വെച്ചാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഇതിപ്പോ നിങ്ങൾ ഒരാളെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആ ആളോട് എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജാണ്. നിങ്ങള് ഒറ്റയ്ക്കല്ല. പല പല ഫേസിലൂടെ നിങ്ങൾ പോകുന്നുണ്ടാവും. പല ടെൻഷൻസിലൂടെ, പല സ്ട്രെസ്സിലൂടെ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആയിട്ട് ഇന്ന കാര്യം കൊണ്ടാണ് എനിക്ക് ഇനി കുട്ടീനെ നോക്കാനുള്ളത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എനിക്ക് എന്റെ പ്രായമായ എന്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് എന്റെ പഠനം ഇങ്ങനെ മാറ്റി വെക്കേണ്ട അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് നിലവിൽ എന്തോ ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും എന്തൊക്കെയോ മെന്റലി ഉള്ള എന്റെ കുറെ ഫാക്ടേഴ്സ് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടുണ്ട്. പല സമയങ്ങളും പല ദിവസങ്ങളിലും ഇങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റാതിരുന്ന് കരഞ്ഞ ദിവസങ്ങളുണ്ട്. എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഇതാവണില്ല നിർത്തട്ടെ എന്നൊക്കെ ചോദിച്ച് അലറി അലറി കരഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇതിലേക്ക് പിടിച്ചു നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സത്യത്തില്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ എന്താ PSC ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. പക്ഷെ PSC ഇഷ്ടമുണ്ട്. കുറച്ചുകൂടി ഇതിലിരുന്ന് പഠിച്ചാല് സെറ്റാവും അല്ലെങ്കിൽ സെറ്റാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ എന്തായാലും കിട്ടും. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല. എന്നാൽ പോലും ഞാൻ പറയാ ബെറ്റർ ആവും. നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ നമ്മളെത്തും. നമ്മള് ആഗ്രഹിച്ചതൊക്കെ നമുക്ക് നേടാൻ സാധിക്കും ഫ്യൂച്ചറിൽ. അപ്പോ അത്രയൊക്കെ തന്നെയുള്ളൂ പറയാന്. ഞാനിന്ന് വെറുതെ ഒരു റാൻഡം ടോപ്പിക് ഓക്കെ. അപ്പൊ അപ്പൊ 1K ഇത് 1000 ആൾക്കാര് ഇത് കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം കൂടിയാണെന്ന് നമ്മൾ ഏകദേശം ഒരു 1 മന്ത് ആയി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇത്രമാത്രം സ്നേഹം എനിക്ക് കിട്ടും എന്നുള്ളത് ഒരു ഒരു തരി പോലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ അങ്ങനെ തരി പോലും പ്രതീക്ഷിക്കാതെ തന്നെ ഇത്ര ആൾക്കാരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പറയുമ്പം അത്രയേറെ സന്തോഷം. അപ്പോൾ നിങ്ങള് എന്താണ് നിങ്ങൾക്ക് ലൈക്ക് എന്ത് കണ്ടന്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെയോ നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ടെലഗ്രാമിൽ ചാനലുണ്ട്. ടെലഗ്രാമിൽ നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ കണ്ടില്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾ ടെലഗ്രാം ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും ടെലഗ്രാമിൽ കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുകയല്ല. എന്നാൽ പോലും ടെലഗ്രാം ഹാൻഡിൽ ചെയ്യാൻ വേറെ ആളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആളെന്തായാലും ഇത് കൃത്യമായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഓരോ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് ഓരോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അത് അധികം നമ്മൾ പഠനം മാത്രമുള്ളതിൽ ഇതിലെന്ന് പറയുമ്പോൾ പഠനം പ്ലസ് നമ്മളുടെ ഇങ്ങനത്തെ ഓരോ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠനം ഇനി എങ്ങനെ ഏത് ദിശയിലോട്ട് കൊണ്ടുപോകണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ. അവിടെ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പഠനം അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. പിന്നെ വെറും പഠനം കൊണ്ട് മാത്രം ഒന്നും നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ ഒരു മനസ്സിനും
നമ്മുടെ ശരീരത്തിനൊക്കെ ബെറ്റർ ആക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചാൽ മാത്രമേ നമ്മുടെ പഠനം നല്ല ഭംഗിയായിട്ട് പോകുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കാണാ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.